ഈശ്വംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് മനസ്സിലാക്കുന്ന വിഷയം നമുക്കെല്ലാവർക്കും വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ്. പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴി ഏതാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റു പല രീതിയിലും പണമുണ്ടായേക്കാം, സന്തോഷം ഉണ്ടാവണമെന്നില്ല. പണം ഇഷ്ടം പോലെ ഉണ്ടായേക്കാം, പക്ഷെ അതെല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ടാകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സാമ്പത്തികമായി പൊട്ടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 8 കാര്യങ്ങളെക്കുറിച്ച് വചന വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 21-ാമത്തെ വചനം. തോബിത്ത് 4:21. തോബിത്തിനും കുടുംബത്തിനൊക്കെ ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പട്ടിണി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. ഒരു കാലത്ത് നല്ല രീതിയിൽ ജീവിച്ചിരുന്നവർക്ക് സാമ്പത്തിക മേഖല തകർന്നു. പിന്നെ നമ്മൾ കാണുന്നുണ്ട് തോബിത്തിന്റെ ഭാര്യ വീട്ടുവേല ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയായി പോകുന്നതും അതിലൂടെ അവരുടെ ഉപജീവനം കണ്ടെത്തിയത്. ആ അവസ്ഥയിലും തോബിത്ത് മകൻ തോബിയാസിനെ വിളിച്ചു പറയുന്ന ഒരു കാര്യം, അതാണ് 4-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുക. 3 കാര്യങ്ങളാണ് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത്. 1, ദൈവത്തോട് ഭക്തിയുള്ളവരായിരിക്കുക. 2-ാമത്തെ കാര്യം, പാപം വർജിക്കുക. 3-ാമത്തെ കാര്യം, പുണ്യങ്ങൾ അഭ്യസിക്കുക. ദൈവഭക്തി, പാപം വർജിക്കൽ, പുണ്യങ്ങൾ അഭ്യസിക്കൽ. 3 കാര്യങ്ങൾ ചെയ്തു ഉറപ്പായിട്ട് നിങ്ങൾക്ക് സമ്പത്തുണ്ടാകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. തോബിത്തിൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു അവസ്ഥ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം ദൈവം അവൻ്റെ കുടുംബത്തിൽ നിറവേറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് വ്യക്തികൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പണമുണ്ടാക്കണം. ഞാൻ മസ്കറ്റിൽ ഒരു പ്രോഗ്രാമിന് പോയ സമയത്താണ് അവിടെ ഒരു ഹിന്ദു സഹോദരൻ ഇങ്ങനെ ഒരു ധ്യാനം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് കേട്ട് പുള്ളി അതിൽ കൂടാൻ തീരുമാനിച്ചു. ഒപ്പം പുള്ളിക്ക് അറിയാമായിരുന്ന വേറൊരു മലയാളി കത്തോലിക്കനെ ഈ വിവരം അറിയിച്ചു. നീ വരുന്നുണ്ടോ, ഇങ്ങനെ ഒരു ധ്യാനമുണ്ടെന്ന് പറഞ്ഞു. കത്തോലിക്കൻ തിരിച്ചു പറഞ്ഞത്, ഞാനിവിടെ വന്നിരിക്കുന്നത് ധ്യാനം കൂടാൻ വേണ്ടിയല്ല, കുറച്ച് പണമുണ്ടാക്കണം, എന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോയി സുഖമായിട്ട് ജീവിക്കണം. അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. ശരിക്കും ഹൈന്ദവ സഹോദരൻ അതൊരു ഉതപ്പായി മാറി. അവന് താല്പര്യത്തോടെയാണ് ധ്യാനം കൂടാൻ വന്നത്. പക്ഷേ ഒരു കത്തോലിക്കൻ പറഞ്ഞൊരു കാര്യം, എനിക്ക് പണമുണ്ടാക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ ഈ വിദേശ രാജ്യത്ത് വന്നത് എന്ന്. വേറെ യുവതി ഏറ്റുപറഞ്ഞ ഒരു കാര്യമുണ്ട്. അവൾ പറഞ്ഞത്, എനിക്ക് പണമുണ്ടാക്കണം, ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു BMW കാർ വാങ്ങിച്ചു. അത് അവൾക്കൊരു സ്വപ്നമായിരുന്നു. അവളുടെ ഒരു ജീവിത സാഫല്യം പോലെ അവൾ നടത്താൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് പണമുണ്ടാക്കിയിട്ട് BMW കാർ സ്വന്തമാക്കണം എന്ന്. ഈ രീതിയിലൊക്കെ പണമുണ്ടാകാൻ ആഗ്രഹിക്കുന്ന, പണമുണ്ടാക്കി സമൂഹത്തിൽ നിലയും വിലയും ഒക്കെ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന പല വ്യക്തികളെയും നമുക്ക് കണ്ടെത്താൻ പറ്റും. നമുക്ക് ഏതായാലും ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ചില ഗണത്തിൽപ്പെട്ട വ്യക്തികളെ നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. 1, എത്ര നോക്കിയിട്ടും സാമ്പത്തികമായിട്ട് ഉയരാൻ പറ്റാത്ത വ്യക്തികൾ. എൻ്റെ തലവരെ ഇങ്ങനെ ആയതുകൊണ്ടാണോ, എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ, ഞാൻ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ടും ഇത്രയൊക്കെ നോക്കിയിട്ടും എനിക്കൊന്ന് സാമ്പത്തിക ഭദ്രത അത് കൈവരിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന, പറഞ്ഞു നടക്കുന്ന വ്യക്തികളെ ഞാനും കണ്ടിട്ടുള്ളതാണ്. 2ാമതൊരു കൂട്ടരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ പണമുണ്ടായി, പക്ഷെ അവർക്ക് സന്തോഷമില്ല. പണം സന്തോഷം തരണമെന്നില്ല, ജീവിത സൗകര്യങ്ങൾ സന്തോഷം തരണമെന്നില്ല. മാന്നാനംകാരനൊരു ഔസേപ്പിയേട്ടൻ അദ്ദേഹം പറഞ്ഞാണ്, നേരത്തെ വീട് ചേർന്നായിരുന്നെങ്കിലും ഭക്ഷണം ഇന്നത്തേതുപോലെ അത്ര വലിയ ഒരു വിഭവസമൃദ്ധമല്ലായിരുന്നെങ്കിലും അന്നുണ്ടായിരുന്ന സന്തോഷം ഇന്നെനിക്കില്ലെന്നാണ് പറഞ്ഞത്. ഇന്ന് വലിയ വീടുണ്ട്, ഇഷ്ടംപോലെ ഭക്ഷിക്കാനുണ്ട്, പക്ഷെ എന്നാലും അന്നുണ്ടായിരുന്ന സന്തോഷം, ജീവിത സൗകര്യങ്ങൾ നമുക്ക് സന്തോഷം നൽകണമെന്നില്ല എന്നുള്ളത് ഇങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിത സാക്ഷ്യം ഏറ്റുപറയുന്ന ഒരു കാര്യമാണ്. 3ാമതൊരു കൂട്ടരെ കാണാൻ സാധിക്കും. ഒരു കാലത്ത് ഇഷ്ടംപോലെ സമ്പത്തുണ്ടായിരുന്നവർ ഇന്ന് പാപ്പരായിട്ട് കഴിയുക. ഒരു ദമ്പതിമാർ അവർ പറഞ്ഞാണ്, ഒരു 89 ലക്ഷത്തോളം പ്രതിമാസം കൈവശം വന്നിരുന്നാണ് ശമ്പളമായിട്ട്. ജോലി വിട്ടിട്ട് അവർ ബിസിനസ്സിലേക്ക് ഇറങ്ങി, ഇതിലും കൂടുതൽ ഉണ്ടാക്കാം എന്നും പറഞ്ഞു. ഒരു 89 ലക്ഷം ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കാവുന്നതല്ലേ? ഒരു ഫാമിലിക്കല്ല, വേണേ ഏതാനും ഫാമിലികൾക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ എന്നാലും അവരുടെ ആ ഒരു ദുർമോഹം, അത്യാഗ്രഹം കാരണം അവർ ജോലി വിട്ടിട്ട് ബിസിനസ്സിലേക്ക് പോയി. അവിടെ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് പാപ്പരായി മാറിയിരിക്കുന്ന ഒരു കുടുംബം. ഇങ്ങനെയുള്ള പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമുക്കിനി നേരെ പ്രഭാഷകൻ 35-ാം അധ്യായം എടുക്കുമ്പോൾ 8 കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അഷ്ടവിശിഷ്ട കാര്യങ്ങളായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും.
പണം ഉണ്ടാക്കാനും ഉണ്ടാക്കിയ പണം അത് നഷ്ടപ്പെടാതിരിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 8 കാര്യങ്ങൾ. പ്രഭാഷകൻ 35 ഒന്നാമത്തെ വചനം പറയാണ്, നിയമം പാലിക്കുക, കൽപ്പനകൾ പാലിച്ച് ജീവിക്കുക. നിനക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ടാകും, ആത്മീയ സമ്പത്തും ഭൗതിക സമ്പത്തും. നിയമാവർത്തനം 11:27, യെശയ്യാ 48:18, ഇതെല്ലാം കർത്താവിൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിച്ചാൽ നമുക്കുണ്ടാകാവുന്ന സമൃദ്ധിയെക്കുറിച്ച്, സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം നമ്മൾ കാണുന്നത് പ്രഭാഷകൻ 35 മൂന്നാമത്തെ വചനമാണ്. കരുണ കാണിക്കുക. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 5:7 വായിച്ചാൽ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കുറേ സമ്പത്ത് കിട്ടുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കരുണ. ദൈവത്തിൻ്റെ കരുണയില്ലാതെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. മാത്രമല്ല, കരുണയില്ലാതെ നമ്മൾ പെരുമാറിയാൽ കാരുണ്യരഹിതമായ വിധി നമ്മുടെ മേലുണ്ടാകുമെന്ന് യാക്കോബ് 2-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യമാണ് പാപം വർജിക്കുക. തുടക്കത്തിൽ തന്നെ നമ്മൾ കേട്ടതാണ്, തോബിത്ത് 4:21 ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പാപം വർജിക്കുക. യെശയ്യാ 58 യഥാർത്ഥ ഉപവാസം എന്ന തലക്കെട്ടിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 6 മുതൽ വായിച്ചു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പാപം വർജിക്കുക. കർത്താവ് പാപിയുടെ പ്രാർത്ഥന കേൾക്കില്ലെന്ന് യോഹന്നാൻ 9:31 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്. പാപം വർജിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുക. നാലാമത്തെ കാര്യമാണ് വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത്. അത് നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ 35:6 വചനം വായിക്കുമ്പോൾ. വെറും കൈയോടെ 2 സാമുവേൽ 24:24 വായിച്ചാൽ, എനിക്കൊരു ചെലവുമില്ലാത്ത ബലി ഞാൻ അർപ്പിച്ചാൽ അതെങ്ങനെ കർത്താവ് സ്വീകരിക്കും? വില കൊടുത്ത് ബലി അർപ്പിക്കണം. വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത്. അങ്ങനെയുള്ളവരുടെ സാമ്പത്തിക നിലവാരം കർത്താവ് ഉയർത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആറാമത്തെ കാര്യമാണ് നീതി പ്രവർത്തിക്കുക. പാപം വർജിക്കുക, ഒപ്പം നീതി പ്രവർത്തിക്കണം. സൽപ്രവർത്തികൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഇതെല്ലാം ദൈവവചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകൻ 35:8 മുതൽ വായിക്കുമ്പോഴാണ് നീതി പ്രവർത്തിക്കുക എന്നുള്ള ആ ഒരു നിർദ്ദേശം കർത്താവ് തരിക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3:1 മുതൽ വായിച്ചാൽ, നീതിമാന്റെ ആത്മാവ് ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ്. സുഭാഷിതങ്ങൾ 24:16 വായിച്ചാലോ, നീതിമാൻ 7 തവണ വീണാലും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏഴാമത്തെ കാര്യമാണ് ദൈവത്തെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. പ്രഭാഷകൻ 35:10 വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ ബഹുമാനിക്കുമ്പോൾ വലിയ ആത്മീയ സമ്പത്തും ഭൗതിക സമ്പത്തും നമുക്കുണ്ടാവും. അവസാനത്തെ 8ാമത്തെ കാര്യമാണ് കർത്താവിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുക. പ്രഭാഷകൻ 35:20 വായിക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ലേവ്യർ 5:1 നമ്മൾ ദൈവത്തിന് സാക്ഷ്യം വഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. തോബിത്ത് 12:7 കർത്താവ് ചെയ്ത നല്ല കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തണം. 2 തീമോത്തി 1:8 വായിച്ചാൽ ലജ്ജ കൂടാതെ കർത്താവിന് സാക്ഷ്യം വഹിക്കുക. ഇക്കാര്യങ്ങളെല്ലാം വലിയ ആത്മീയ സമ്പത്തും ഭൗതിക സമ്പത്തും തരുന്ന കാര്യങ്ങളാണ്. ആ ബോധ്യത്തോടെ നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.